തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ ഉയർത്തണമെന്നാവശ്യപ്പെട്ട് ധീവരസഭ ചെറുതല താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ സംഘടിപ്പിച്ചു. തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ ഉയർത്തണമെന്നാവശ്യപ്പെട്ട് ധീവരസഭ ചെറുതല താലൂക്ക് കമ്മിറ്റി തണ്ണീർമുക്കം ബണ്ട് പ്രൊജക്ട് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ധീവരസഭ സംസ്ഥാന സെക്രട്ടറി NR ഷാജി ഉദ്ഘാടനം ചെയ്തു. തണ്ണീർമുക്കം ബണ്ട് ഷട്ടറുകൾ അടിയന്തരമായി തുറക്കുക, പായൽ ഉറവിട സ്ഥാനത്ത് നശിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ധർണയിലൂടെ ഉന്നയിച്ചു. താലൂക്ക് വൈസ് പ്രസിഡന്റ് MR ജയദേവൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുരേഷ് കരിയിൽ, നേതാക്കളായ K തങ്കരാജ്, VM ഷാജി, ശിവദാസ് നാരായണൻ, KM ബാലാനന്ദൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒരു ലിഖിതമായ ഒരു രേഖയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ കാർഷിക കലണ്ടർ ഒരു ധാരണയുടെ പുറത്ത് നീങ്ങുന്ന ഒരു പ്രവർത്തനമാണ്. ഡിസംബർ 15-ാം തീയതി അടച്ച് മാർച്ച് 15-ാം തീയതി തുറക്കേണ്ട തണ്ണീർമുക്കം ബണ്ട് ഇതുവരെ ഇവരെ കൃത്യ സമയം പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് പാലിക്കപ്പെടുന്നതിന് പ്രധാന കാരണം സമ്മർദ്ദമാണ്. നമുക്ക് നന്നായിട്ട് അറിയാം. ഇവിടുത്തെ സംഘടിത ശക്തി എന്നൊക്കെ അവകാശപ്പെടുകയും സമ്പന്നവർഗവുമായ കൃഷിക്കാർക്ക് വേണ്ടി നിൽക്കുവോ, ഇവിടെ പാവപ്പെട്ട ഈ മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി നിൽക്കുവോ ഗവൺമെന്റ്? അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ ആ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് കൃത്യസമയത്ത് ഈ ബണ്ട് അടക്കുകയും തുറക്കുകയും ചെയ്യാത്തത്. ഏതായാലും അടക്കുന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും, പക്ഷെ ആ ഉപ്പിന്റെ കാഠിന്യം വർദ്ധിക്കുന്ന സമയത്ത് അത് അടച്ചിടാൻ നമ്മൾ സമ്മതിക്കാറുണ്ട്. പക്ഷെ ആ മത്സ്യത്തൊഴിലാളികളുടെ ആ ബുദ്ധിമുട്ട് ഈ ഗവൺമെന്റ് മനസ്സിലാക്കുന്നില്ല. കാരണം ഒരു കൃഷിക്ക് അവിടെ നഷ്ടമുണ്ടായാൽ അവർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും വാരി കോരി കൊടുക്കുന്ന ഗവൺമെന്റുകളാണ്. ഒരു സമയത്ത് ഈ ആലപ്പുഴ കളക്ടറായിരുന്ന അദ്ദേഹം നമ്മളോട് പറഞ്ഞത്, ഈ തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടർ ഇട്ട് കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന നഷ്ടം ആ ഒരു പാക്കേജ് ആയിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചത്. ഇത് സർക്കാരിന്റെ ഗവൺമെന്റിന്റെ ഒക്കെ നിർദ്ദേശം അത് പോയിട്ടുള്ളതുമാണ്. പക്ഷേ ഇന്ന് വരെ ഒരു മത്സ്യത്തൊഴിലാളിക്കും 5 പൈസയുടെ ആനുകൂല്യം ഈ തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടർ താത്തിക്കഴിഞ്ഞാൽ കിട്ടിയിട്ടില്ലെന്നുള്ളതാണ്. ഇപ്പോഴത്തെ അറിയാലോ, നമ്മൾ ഈ ജലനിരപ്പിനെ സംബന്ധിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. ഈ കായൽ ഈ തണ്ണീർമുക്കം ബണ്ടിന്റെ തെക്കോട്ട് ജലനിരപ്പ് എങ്ങനെയാണ്? വളരെ താഴ്ന്നിരിക്കുകയാണ്. മലിനീകരണം വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും, മത്സ്യം ചത്തുപൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്.